എല്ലാവർക്കും നമസ്കാരം. അയ്യപ്പ ഭാഗവതം പാരായണം 81 ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. തിരുഗയാബലി. ഇങ്ങനെ താപസമൗലി കുംഭോത്ഭവൻ ചൊന്നപ്പോൾ സമ്മോദപൂർവമായി രാജനും ഭൂമിയിൽ വീണ് നമസ്കരിച്ചാൻ. ആനന്ദബാഷ്പാശ്രുപൂർണനായി സാദരമോദിനാൻ. സമ്മോദരൂപിണേ താപസോത്തം സമയം സമ്മോദമായി തിരുവുള്ളം കനിഞ്ഞുടൻ ബ്രഹ്മാതിസേവിതനായ ശ്രീരാമന്റെ സമ്മാനിതനായ താതൻ ദശരഥൻ എങ്ങനെ പിണ്ടാതിമംഗളകർമ്മത്താൽ ബ്രഹ്മസായുജ്യം ലഭിച്ചെന്നു ചൊല്ലിയിടും. അച്ചരിത്രം ശ്രവിച്ചിടുവാൻ മാനസം വ്യഗ്രം കൊതിക്കുന്നു എന്നു മോദിയിടുന്നേൻ. ഏറിയ മോദേന കുംഭസമുദ്ഭവൻ ഭൂദേശഭക്തനാം പാണ്ഡ്യനോടോദിനാൻ. ക്ഷത്രിയോത്തം സമയ ദുഷ്ടകുലാന്തകൻ ദുഷ്ടനാം പങ്ക്തിമുഖനെയും കൊന്നതാ. ശിഷ്ടനാം സോദരൻ സൗമിത്രിദാനമായി തുഷ്ടീകലർന്നുടൻ വല്ലഭയോടുമായി സുഗ്രീവമുഖ്യരാം വാനരന്മാരുമായി ദശഗ്രീവ സോദരൻ രാക്ഷസനും ചേർന്ന് വീരാതിവീരനാം മാരുതിയോടുമായി പാരാതയോധ്യയിൽ വന്നഭിഷേകവും ശ്രീരാമദേവനും മോദേന കൈക്കൊണ്ട് ഭൂലോകഭാരം നടത്തി ലോകങ്ങൾക്കും മാനവന്മാർക്കും ആനന്ദമേകുമ്പോൾ ഭൂമിയിൽ ഭൂതികളേറി ദിനേ ദിനേ ശ്രീരാമദേവനും പ്രീതനായി തുലോം ഭാമനീരത്തമാ മൈഥിലി താനുമായി മാതൃജനത്തോടും ഭ്രാതാക്കളും ചേർന്ന് ഭൂമിയിൽ ശ്രീഭൂതിയേറി വിളയുവാൻ ഇക്ഷ്വാകു പുങ്കവൻ തീർത്ഥങ്ങൾ ആടിപോൽ ഭൂവിതിൽ കേൾവിയേറിയിടുന്ന തീർത്ഥങ്ങൾ ഈശലന്യെ ആടി വാഴും ദശാന്തരെ മേദിനി വല്ലഭൻ ഭാരതവർഷത്തിൽ പഞ്ചദേശങ്ങളും പഞ്ചതീർത്ഥങ്ങളും സഞ്ചരിച്ചെത്തി പ്രസിദ്ധം കയതനിൽ തന്നെ പിതൃക്കൾക്ക് സായുജ്യമേകുവാൻ പുണ്യാതിപൂർണമായിടും ഗയാതീർത്ഥം വന്നുടനാടിയും പിണ്ടം സമർപ്പിച്ചുമെന്നുമേ സത്തുക്കൾ ധന്യരായിടുന്നു. ഗയയിൽ ഗമിക്കുകയും സ്നാനങ്ങൾ ചെയ്യുകയും പരിചിൽ പിതൃക്കൾക്ക് പിണ്ടങ്ങൾ വയ്ക്കുകയും തെളിവോട് ചെയ്യുന്ന നേരം പിതൃക്കൾ വന്നരികെ ഭുജിക്കുമാ പിണ്ടങ്ങൾ ഭൂപതേ. പാരാതെ നേരിൽ ഭുജിക്കുന്ന പിണ്ടത്തെ സാരമാമാ പിണ്ടാഖ്യേനയോതിരമാമ പിണ്ടം മുതാ ഉണ്ടുടൻ പൂർവികർ ഭൂമിപതേ ബ്രഹ്മലോകം ഗമിച്ചിടും. പാരിതിൽ ഖ്യാതിയേറുന്ന ഗയാശ്രാദ്ധം പാരാതനുഷ്ഠിച്ചു പോരും അക്കാലത്ത് പാരാത രാഘവൻ സകുലം ഗമിച്ചുടൻ പാരമാനന്ദേന തീർത്ഥവുമാടിപോൽ ശുദ്ധയാം ഫൽഗുതൻ തീരെ വിളങ്ങുന്ന ഉത്തമാം വടവൃക്ഷവും ലക്ഷ്മീശൻ തൃപ്പാദ പുഷ്പങ്ങളെയും പൂവിൽ ആനന്ദമേറിയതയാമയൻ രാഘവാചേഷ്ടിതം കണ്ടു മാതാക്കളും സോദരവീരരും വീണു വണങ്ങിനാർ. അതിനെ മൈഥിലി പുഷ്പിണിയാകയാൽ ക്രോശദൂരത്തവൾ മാറി നിലകൊണ്ടാൾ. രാമചന്ദ്രപ്രഭു സ്നാനവുമാർന്ന് രാമപിണ്ഡം വെച്ച് താതനെ കാംക്ഷിച്ച് ഏറെ നേരം കഴിഞ്ഞ് നോക്കുമ്പോഴും താതനുണ്ണാൻ വന്ന് കാണാതിരിക്കയാൽ ഏറെയായി ദണ്ഡം നനച്ചും വലഞ്ഞതീ രാഘവചിത്തവും ഏറെ നുറുങ്ങിതേ. താരാർമകൾ നിജകാന്തനെ ചിത്തത്തിൽ ധ്യാനിച്ച് താതനായി തൊട്ടുകൂടാകിയാൽ മണ്ണിനാലുള്ളൊരു പിണ്ടവും വെച്ചുടൻ ദൂരത്തു മാറി നിന്നാൽ സതീരത്നവും പാതിവൃത്യൻ നിജ ജീവനായി പാലിക്കും ജാനകീദേവിയാൽ വെച്ചു താം പിണ്ടത്തെ. വേഗേനയാത്മരൂപിയാകും ദശരഥൻ മോദേന വന്നു ഭുജിച്ചു രമിക്കയാൽ രാജീവലോചനൻ ചാരത്ത് മന്നവൻ പാരാതെ വന്നില്ല മന്നവാ കേളോ. കർമ്മത്തിനാകിലും ദേവിതൻ കർമ്മങ്ങൾ മർമ്മത്തിലേശിപോൽ ഭൂപതീരത്നമേ ആചാരപൂർവം രഘുവരൻ നൽകിയ ആമപിണ്ഡം പിതാവേൽക്കാതെ വന്നപ്പോൾ മറ്റുള്ളവർ ചെയ്ത പിണ്ഡങ്ങളെ നിജ ഉറ്റവർ വന്നുടൻ ഉണ്ണുന്ന കണ്ടപ്പോൾ ഏറ്റമായി ഉള്ളത്തിൽ താപങ്ങൾ കോപങ്ങൾ ഏറ്റം വശം കെട്ടു രാഘവൻ ദുഃഖേന. കോപാനലൻ നേത്രമങ്ങു നിറഞ്ഞുപോയി കോദണ്ഡവാണി ദ്വയങ്ങൾ വിറച്ചുപോയി കോപിച്ചു രൂഢമായി മാതാവ് തന്നോട് ചോദിച്ചു രാവണകാലനാം രാഘവൻ എന്തു മാതാവേ മമതാതനെത്താത്തത് ചിന്തിതം അമ്മയധർമ്മങ്ങൾ ചെയ്തുവോ കണ്ടതില്ലേ മറ്റു മന്നവരാത്മാക്കൾ വന്നു പിണ്ഡം ഭുജിച്ചിടുന്നതമ്മയും താതേച്ഛ പുച്ഛിച്ച് മാതാവ് ജീവിച്ച ഹേതുവോ താതൻ വരാതെ നീടുവാൻ മൽപിതാവിന്നു വൈകുണ്ഠം ലഭിക്കുവാൻ കർമ്മങ്ങൾക്കായി മാം ബന്ധമില്ലായികയോ. ചൊല്ലുകൻ മാതാവ് കൈതവമുണ്ടെങ്കിൽ വല്ലാതെ ഉള്ളം തപിക്കുന്ന മാതാവേ. കോപിച്ചു നന്ദനൻ ഏവമായി ഓതുമ്പോൾ വേപതൂഗാത്രയായി അമ്മയും ഓതിനാൾ. എന്തൻ മകനെ കുമാരാ നീ വിധം വെന്തുരുകിയിടുന്ന വാണികൾ ഓതുവാൻ ചിന്തയന്യേ മമ മാനസം ഭ്രാന്തമായി സംഭ്രമിച്ചിടുന്നത് കാൺമതിൻ മോഹമോ. സന്തതം പാതിവൃത്യം പുലർത്തിയിടും എന്നന്തരംഗം പുത്ര വെണ്ണീറിതാവുന്ന എണ്ണി സത്യമോതിരാ നന്ദരാ. പൊന്നുണ്ണിക്കായി ഞാൻ ഏതു നേരത്തിലും വെണ്ണീറതാകുവാനും ദണ്ഡമില്ലാത്ത നിന്നുടെ അമ്മയിൽ തിന്മ കൽപ്പിക്കില്ലേ. നിന്നുടെ താതന്യേ മമ
മാനസം തന്നിൽ ഇന്നേ വരെ വന്നില്ലൊരന്യരും. 10 ദിഗന്ധവും ഇഷ്ടപേശൻ ദാനം തൊട്ട് ഞാൻ സത്യത്തെ ഓതുന്നേൻ നന്ദന. നിന്നാണ് സത്യത്തെ ചൊല്ലും ഇവൾക്ക് നീ നന്നായി ആനന്ദം ഇന്ന് നൽകിയിടണമേ. വന്നിടുകില്ല ഒരപരാധം എന്നുടെ ഉണ്ണിക്കു മുറ്റവർക്കാർക്കും ഒരിക്കലും. അഷ്ടദിക്പാലരും സൂര്യചന്ദ്രന്മാരും മുട്ടാതെ എന്നുടെ കർമ്മങ്ങൾ കണ്ടവർ വിട്ടിടാ എന്നെ ഒരിക്കലും. സത്പാന്തോ തെറ്റ് ചെയ്തിട്ടുള്ള കാരണമുണ്ടെങ്കിൽ തെറ്റിലെ കുറ്റമന്യേ മുതാ ശിക്ഷിക്കും. ഇഷ്ടപേശൻ മമ നന്ദനൻ എപ്പോഴും സർവഭൂതങ്ങളെ നിജദൃഷ്ടിയാൽ സർവദാ രക്ഷിച്ച് ശിക്ഷിച്ചുമേവുമ്പോൾ ഉടുവയിൽ ആർക്കാനും ആവുമോ നന്ദന കൈതവമേതും ഒളിച്ചു കൊണ്ടിടുവാൻ. പിന്നെ ഞാൻ നിന്നെ ജഡരത്തിൽ താങ്ങുക ഒന്നിനാൽ മാത്രമാവും മമ വാണികൾ തിന്മ കൂടാതെന്ന് ചൊല്ലുവാൻ ഹേതുക്കൾ. സന്മതേ എൻ മൊഴി സത്യമത്രേ തുലവും. സർവദേവേശനാൻ ശ്രീധർമ്മശാസ്താവ് സർവമൻ കർമ്മത്തിനും സാക്ഷിയായിടും. കൈതവഹീനൻ വാണികൾ കേൾക്കടോ കൈവെടിഞ്ഞിടല മാതാവേ തന്നെ നീ. സത്യം കുമാരക സത്യമൻ ശാസ്താവേ സത്യമെന്നുണ്ണിയാണ് മമ നന്ദന. ഇങ്ങനെ സത്യങ്ങൾ ഓതുമ്പോൾ മാതാവ് തന്നെ ഭാവം പകർന്നത് കണ്ടുടൻ രാമചന്ദ്രൻ്റെ മാതൃപാദങ്ങളിൽ സാഷ്ടാംഗമായി പ്രണമിച്ചുകൊണ്ടുടൻ മാപ്പിനെ നീടിനാൻ. മാതാവും അപ്പോഴേ വാത്സല്യപൂർവ്വം പുണർന്നാൾ മകനെയും. മാതാവ് സസ്മിതം തൂകുന്ന വേളയിൽ ദാശരഥീനിജ ചിത്തത്തിൽ മോദേന ദാസൻ മഹാഭക്തനാകും പ്രപഞ്ചന സൂനുവേയും വേഗമോർക്കും ദശാന്തരെ. രാമരാമേതി പ്രചണ്ഡമായി ഘോഷിച്ചു വായുധനേനും ശ്രീരാമപാദത്തിൽ വേഗേന പ്രത്യക്ഷനായി നമസ്കരിച്ചാരൂഢ മോദന സിന്ധു സലിലത്താൽ ശ്രീരാമപാദാര യുഗ്മങ്ങളിൽ ഭക്തിയെ അഭിഷേകം അങ്ങോ കഴിച്ചുടൻ സേവിച്ചു തീർത്ഥവും സാവധാനം ദേവപാദങ്ങളിൽ കരം ചേർത്തു പറഞ്ഞുടൻ. തമ്പുരാനെ തവ കാരുണ്യമുണ്ടെങ്കിൽ അൻപോടടിയന് സാധ്യങ്ങൾ സർവവും അങ്കുലീയൻ തിരുമന്ത്രിണയേറ്റപ്പോൾ വൻപാർന്ന സാഗരം ചാടിക്കിടക്കുവാൻ ഘോരനാം രാവണ സന്നിധി പോകുവാൻ ചോരൻ്റെ ഖണ്ഡത്തിൽ 10 കുത്തുവാൻ ആരാമമെല്ലാം കണക്കെ മുടിക്കുവാൻ സീതയാം മാതാവിൻ പാദങ്ങൾ കാണുവാൻ ചാരുവാം രാമകഥാമൃതമോതുവാൻ സാധുവാൻ ദേവിതൻ സങ്കടം പോക്കുവാൻ ലങ്കയെല്ലാം ചുട്ടു ചാമ്പലാക്കിയിടുവാൻ വങ്കനാൻ രാവണ പുത്രനെ കൊല്ലുവാൻ ആശരവംശമൊടുക്കുവാൻ രാവണ മാനസന്താപനെ ഏറ്റം നിറയ്ക്കുവാൻ മൈഥിലി ദേവിതൻ ചൂടാരത്നം അൻപോടുക മൈഥിലീകാന്തൻ്റെ പാദങ്ങൾ ചേർക്കുവാൻ ഈരേഴ് ലോകം നിറഞ്ഞു വിളങ്ങിയിടും ശ്രീരാമദേവൻ്റെ ചേവടി പോകുവാൻ കമ്പഹീനം കഴിവായതെന്നോർക്കുമ്പോൾ തമ്പുരാൻ പാദവൻ മൗലിയിൽ ചേർക്കുന്നേൻ. തമ്പുരാനെ തവ ദാസനാം എന്നെയും അൻപാർന്ന സന്തതം പാലിക്കു ദൈവമേ. ശ്രീ ഹനുമാൻ മഹാശക്തൻ മരുസുതൻ ശ്രീരാമനെന്നെ ചിന്തയില്ലാത്തവൻ ശ്രീരാമദേവനോട് ഈ വിധം ചൊല്ലുമ്പോൾ ശ്രീരാമനും വായുപുത്രനെ പുൽകിനാൻ. മുക്തവിലോചനൻ ഉത്തമനാൻ നിജഭക്തനെ മാറോടണച്ചരുളിയിടിനാൻ. വീര മഹാമതേ ധീരനാകും ഭവാൻ പാരാതതാതനെ കൊണ്ടുവന്നീരിടോ ധന്യനാകും മമ താതനെന്നാകിലും വന്ദനീയന്നെ നീ കൂട്ടി വരേണമേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.